എന്നാലും ഈ വാട്ടർ കണ്ടന്റ് ഒത്തിരി ചെല്ലണം നല്ലതാ. ആഹാ, ഉത്തമൻ ഇത്രയൊക്കെ വിവരമുണ്ടോ? ഞാൻ പറഞ്ഞത് ശരിയായിട്ടാ. സത്യം പറഞ്ഞാലേ നിങ്ങളൊക്കെ ഒരു പഴഞ്ചൻ ആൾക്കാരായിരിക്കും ഞാൻ വിചാരിച്ചതേ. എന്തായാലും നിങ്ങൾക്ക് ഈ ആരോഗ്യകാര്യത്തിലൊക്കെ ഇത്ര ശ്രദ്ധയുണ്ടെന്നുള്ളത് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അതെ, സാറാമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മായി ചെറിയൊരു ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പറ്റില്ല എന്ന് മാത്രം പറയരുത്, സമ്മതിക്കണം. ഡയറ്റോ? ആ, ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യല്ലേ, ഗുണമുള്ള കാര്യം ആര് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. ഓ സമ്മതിച്ചേ. അമ്മായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിച്ചില്ലെങ്കിലേ അമ്മായി ചമ്മി പോവും. അതുകൊണ്ടാണ് എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. ഇപ്പൊ ചമ്മൊന്നും വേണ്ട, ചിരിച്ചേ. ആ അതെ, ഇനി പാരമ്പര്യ വിധി പ്രകാരമുള്ള എല്ലാ പോഷകാഹാരങ്ങളും അമ്മായി കൊടുത്തു. അത് ഞാൻ ഏറ്റു. ഞാനും നാളെ മുതൽ യോഗ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഡയറ്റ് എടുക്കണോ? നീ ഡയറ്റ് എടുക്കുക എടുക്കാണ്ടിരിക്കുക എന്തെങ്കിലും കാണിച്ചോ. ഇവിടെ ഇപ്പൊ സാറാമ്മയുടെ ആരോഗ്യമാണ് പ്രധാനം. അതെ, നീ ആ കരിക്ക് വിട്ട് ഞാൻ പോയിട്ട് പാത്രം എടുത്തോണ്ട് വരാം, വെള്ളം എടുക്കാൻ. അമ്മായി പാത്രം. ആ അമ്മാവാ, ഈ ഡയറ്റ് ചെയ്യണ കാര്യമാണോ ചോദിച്ചത്? അമ്മാവൻ ഡയറ്റ് ചെയ്യണ്ട. ഇപ്പൊ എല്ലാം കഴിച്ചായിരുന്നാ? ഇല്ലേ. ആ, നാ മുറ്റത്തോട്ടൊരു 4 മുദ്രാവാക്യം വിളിച്ചു. വെറും പോയിട്ട് മുദ്രാവാക്യം വിളിച്ചാൽ ഓക്കെയാണ്, സെറ്റാണ്. കരിക്ക് കുടിക്കാനുള്ള അടവേ. ചേച്ചിക്ക് സാറേനെ എന്തോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ഉറപ്പാ. എന്തോ എനിക്കൊരെത്തുപിടുത്തവും കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യില്ല. എന്താ കാരണം എന്ന് പിടുത്തം കിട്ടില്ല. നോക്കാം എവിടം വരെ പോകുന്നു. ഇതെന്തൊരു പടിയാണോ ഈ പണിഞ്ഞിട്ടേക്കുന്നത്? ഇവർക്ക് നേരെ ചൊവ്വ വല്ല പടിയും പണിഞ്ഞെടുക്കാൻ വയ്യാണോ? ഇത്ര ബുദ്ധിമുട്ട് കേറാതിരുന്നാ പോരെന്നാ പിന്നെ. പിന്നെ കേറണ്ടേ? അതെ, അമ്മായിയുടെ അടുത്തേക്ക് ഇപ്പൊ പോണോ? പിന്നെ പോവണ്ടേ? അല്ല, അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ ഉമ്മയുടെ പ്ലാൻ? എന്ത് ചെയ്യാനാന്ന് ചോദിച്ചാ പിന്നെ ഗർഭമുണ്ടെന്ന് പറയുന്നതല്ലാതെ ആരെങ്കിലും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? നമുക്കത് അറിയാം മോളെ. ഇപ്പൊ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വലിയ പ്ലാനിങ് ഒന്നും എൻ്റെ കയ്യിലില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ തൊട്ടും പിടിച്ചൊക്കെ ചോദിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും വായിന്ന് വന്നാലോ. അല്ല, അങ്ങനെ നമ്മൾ നേരിട്ട് പോയി ചോദിക്കുന്നൊക്കെ മോശമാവില്ലേ? നേരിട്ടല്ലെന്ന്, നമുക്ക് വളഞ്ഞ വഴിയെ ചോദിക്കാം. എടി കൊച്ചേ, മെല്ലെ. എടി കൊച്ചേ, ഈ സാറാമ്മയ്ക്ക് ഗർഭം ഉണ്ടെന്നുള്ള കാര്യം ആദ്യമായിട്ട് അവർ നമ്മളോടാണ് സമ്മതിക്കുന്നെങ്കിലേ നമുക്ക് സീരിയസിന് മുമ്പിൽ എന്തൊരു ഗമയായിരിക്കും എടി. അതൊക്കെയാണ്. എന്നാലും അത് വേണോ ഉമ്മ? ചോദിക്കണം. നിനക്കറിയാലോ, ഉമ്മയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ സത്യം അറിയുന്നവരെ ഊണുമില്ല ഉറക്കവും ഇല്ലെന്ന്. ഇനിയിപ്പൊ വിഷമിക്കാനൊന്നും നിൽക്കണ്ട, വാ. പിന്നെ അവിടെ ചെന്നിട്ട് അബദ്ധമൊന്നും പറഞ്ഞേക്കരുത്. കമാന്നൊരു അക്ഷരം മിണ്ടത്തില്ല. എനിക്കറിയാം, അതുകൊണ്ടാ പറഞ്ഞേ. എന്താ രണ്ടുപേരൂടെ? അമ്മായി എന്തെങ്കിലും തിരക്കിലാണോ? പ്രസംഗത്തിനുള്ള നോട്ട്സ് എഴുതുക. പ്രസവത്തിന് എന്തിനാടി നോട്ട്സ് എഴുതുന്നേ? പ്രസവത്തിനല്ല, പ്രസംഗത്തിന്. അവിടെ ഒന്ന് സംസാരിക്കണ്ടവാ. ഇരിക്കും. നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അവിടെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യായിരുന്നു. എന്തിന്റെ മീറ്റിംഗാ? നമ്മള് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. അമ്മയായതിനു ശേഷമുള്ള സ്ത്രീകളുടെ ജീവിതം, ഇതാണ് വിഷയം. അതിപ്പോ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെ അല്ലേ? അതെ അതെ, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാ. അല്ല, നിങ്ങൾ എന്നോട് എന്തെങ്കിലും പറയാൻ വേണ്ടി വന്നതാണോ അതോ വെറുതെ വന്നതാണോ? പറയാനൊന്നും വന്നതല്ല. ഞങ്ങളിങ്ങനെ സാറാമ്മ വെളിയിലോട്ടൊന്നും കണ്ടില്ലല്ലോ, അപ്പൊ കിടക്കുവാണോന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് ഇറങ്ങിയതല്ലേ. ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ച് വന്നു പോവാൻ ഞാൻ എന്താ വല്ല പ്രസവിക്കാറായി കിടക്കുകയാണോ? അമ്മായി പ്രസവിക്കാൻ സമയമില്ലെന്ന് ഞങ്ങക്ക് അറിയാം. അതിനി കുറച്ച് സമയം കൂടെ ഉണ്ടല്ലോ. ചുമ്മാ നാണം വന്നടി. അങ്ങനെയുണ്ട്. അമ്മായി, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ? ചോദിക്കും. അതെ, ഈ പങ്കാമന്റെ പ്ലാനിങ്ങിനെ പറ്റി അമ്മായിക്ക് എന്താ അഭിപ്രായം? പ്ലാനിങ് എന്ന് പറഞ്ഞാ നീ എന്താ ഉദ്ദേശിക്കുന്നത്? മൊത്തത്തിലുള്ള പ്ലാനിങ്. തന്ത്രപരമായ പ്ലാനിങ്. അത് തന്നെ. ഉള്ളത് പറയാമല്ലോ, സമ്പൂർണ്ണ പരാജയമാണ്.
ഈ ഒരു പ്ലാനിങ് ഇല്ലായ്മ കൊണ്ട് തന്നെയാണ് അങ്ങേര് ഇതുവരെ ഈ രാഷ്ട്രീയത്തിൽ ശോഭിക്കാത്തത്. അല്ല, രാഷ്ട്രീയത്തിലെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഈ കൊട്ടിലപ്പാട്ട് തറവാട്ടിലെ പ്ലാനിങ് എല്ലാം വൻ സക്സസ്സാ പങ്ക്യാമന്റെ. ഓ, നീ പറഞ്ഞു വരുന്നത് അനന്തന്റെ അപ്പുണ്ണിയുടെ അമ്പിളിയുടെ ഒക്കെ കല്യാണം നടത്തിയ കാര്യമല്ലേ? അയ്യോ, അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലും പങ്ക്യാമന്റെ തന്ത്രങ്ങൾ വിജയകരമാണ്. അതെ, നിങ്ങൾ രണ്ടുപേരും പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന് വിശദമാക്കി പറയാവോ? അമ്മായി പേടിക്കണ്ട, പങ്ക്യാമനെ പോലെ ഒരാളെ കിട്ടിയത് അമ്മായിയുടെ ഭാഗ്യ അല്ലേ അമ്മ? അത് തന്നെ. ഈ കുട്ടിലപ്പാട്ട് തറവാട്ടിൽ എങ്ങനെ അതിജീവിക്കണമെന്നും സീതേച്ചിയുടെ സ്നേഹം എങ്ങനെ പിടിച്ചു പറ്റണമെന്നും പങ്ക്യവാന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ സാറാമ്മ സേഫാ. അതെ, എന്നെ ആരും സേഫ് ആക്കണ്ട. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ നന്നായിട്ട് അറിയാം. അത് അമ്മായിയുടെ കോൺഫിഡൻസ്. പക്ഷെ ഇവിടെ പങ്ക്യാമനെ പോലെ ഒരു ചാണകന്റെ ഉപദേശം ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല. അത് തന്നെ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളു. നാളെ നിങ്ങൾ 3 ആവും, ചിലപ്പോ നിങ്ങൾ 4 ആവും. അപ്പൊ പിന്നെ സാറാമ്മയ്ക്ക് ഇപ്പൊ കാണിക്കുന്ന ഈ ധൈര്യം ഒന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഇപ്പഴേ പങ്ക്യമ്മാൻ എന്താണോ പറയുന്നതെന്ന് വെച്ചാൽ അത് കേട്ടങ്ങ് മുന്നോട്ട് ജീവിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അമ്മായി, പിന്നെ വേറൊരു കാര്യം, നമ്മളൊക്കെ ഇവിടെ വന്നു കയറിയ പെണ്ണുങ്ങളാ. നമ്മളൊക്കെ ഒറ്റക്കെട്ടായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം ഇവിടെ നിൽക്കാൻ. അതെ, നമ്മുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രഹസ്യ ഗ്രൂപ്പ് ഉണ്ട്. അമ്മായി, ഞാൻ അതിൽ ആടിയട്ടെ? വേണ്ട, നിങ്ങളെ പോലെ ഗ്രൂപ്പ് കളിച്ച് നടക്കാനൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് കിട്ടത്തുമില്ല. അയ്യോ, അതെനിക്കറിയാം. അമ്മായി പാറി പറന്ന് നടക്കുന്ന ഒരു പറവയാന്ന്. എന്നാലും ഞാൻ ചോദിച്ചതേ ഉള്ളൂ. മോളെ, ഏത് വലിയ പറവയാണേലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൂടണയും. ഇത്താ, കൂടണയാത്ത പറവള് കൊണ്ട് കേട്ടോ. അതുണ്ടാവുമായിരിക്കും. പക്ഷെ 8-9 മാസം കഴിയുമ്പോഴും ഇതൊക്കെ തന്നെ പറയണം. അത് ഞാൻ വന്നപ്പോ മുതൽ കാണുന്നതാ. നിങ്ങൾക്ക് എന്താ ഈ 8-9 മാസം കഴിയുമ്പോ ഞാൻ എന്തോ പറയണോ നിങ്ങൾ ഈ പറയുന്നത്? അതൊന്നുമില്ല. അതെ, അമ്മയുടെ എഴുത്തുപരമായിട്ട് നടക്കട്ടെ. നമുക്ക് പോവാം അമ്മ. പോവാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? എന്താ? മനസ്സിലുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോകുന്നതാ. ചോദിക്കും മോളെ. അല്ല, സാറാമ്മയ്ക്ക് എന്തെങ്കിലും ഞങ്ങളോട് പറയാൻ വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ടോ? ഞാൻ എന്ത് പറയണോ നിങ്ങൾ ഈ പറയുന്നേ? അല്ല, എന്തേലും രഹസ്യം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെമ്പി നിൽക്കുവാണോ? രഹസ്യമാണെങ്കിൽ അത് എങ്ങനെ പരസ്യമാക്കുന്നതിന് ഇത്ത? അപ്പൊ പിന്നെ ഞങ്ങളോടൊന്നും പറയാനില്ലേ? ഇല്ല, ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നതാ. എന്തേലും ഉണ്ടെങ്കിൽ അങ്ങ് പറ കൊച്ചേ. എന്റെ പൊന്ന്, ഞാൻ ഇവരോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? എനിക്കൊന്നും പറയാനില്ല. സാറാമ്മയുടെ വായിന്ന് കേട്ടാ ഞങ്ങൾക്കൊക്കെ സന്തോഷം. അതുകൊണ്ടാണ് ഈ ഇങ്ങനെ പറഞ്ഞ് ചോദിക്കുന്നത്. എന്റെ വായിന്ന് എന്തോ കേൾക്കണോ നിങ്ങൾ പറഞ്ഞാൽ അത് പറയാം. സന്തോഷമാട്ടെ അല്ല, എന്തോ പറയാനാ ഞാനത്? ഇപ്പൊ ഒന്നും പറയാനില്ല. ഇല്ല. എന്നാ പിന്നെ നമുക്ക് പോവാൻ കൊച്ചേ. എന്നാ ഞങ്ങള് പോവാണേ. എഴുതിക്കോ. വാ. ഇവരിപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തുവാ ചോദിച്ചത്? ഇവിടെ ഉള്ള എല്ലാം കിളി പറഞ്ഞ് നടക്കുന്നത്. എന്തിനാണ് കാര്യമാടി ഈ പെണ്ണുപിള്ള? എന്റെ ഉമ്മ ഒന്നും മിണ്ടാതിരിക്കുക. പിന്നെ ഉണ്ടായിരിക്കുക. അവർ കുണുണാതെ എഴുതിക്കൊണ്ടിരിക്കുക. കേൾക്കത്തൊന്നുമില്ല. എടി, അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമെന്ന്. അതുകൊണ്ടാണ് വായിക്കാത്ത കയറി എന്ന് ചോദിച്ചിട്ട് പോലും കമാന്നൊരു അക്ഷരം പറയാത്തത്. അവർ പിടിതരത്തില്ല. ഭയങ്കര സാധനമടി അവര്. പിന്നെ അതെങ്ങനെ പിടിതരും? മോളായിപ്പോ എങ്ങനെ പറയും? എടി, അബദ്ധം പറ്റിയതല്ലേടി, അതിന്റെ ചളിപ്പുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവര് പിടിതരാത്തത്. ഇന്നല്ലെങ്കിൽ നാളെ ആ വയറൊക്കെ ഒന്ന് വലുതാവുമല്ലോ. അന്ന് ഞാൻ അവരുടെ വയറ്റി നോക്കി ഒരു ഒറ്റ ചോദ്യം അങ്ങ് ചോദിക്കും. എന്ത് ചോദ്യം? അതിപ്പോ ആലോചിക്കണം. നല്ലൊരു ചോദ്യം ചോദിക്കണ്ടേ? നല്ലൊരു ചോദ്യം ചോദിക്കണം. അവരുടെ വയറ്റി നോക്കി ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യം ചോദിക്കണം. എന്റെ ഒരു വിധി പടച്ചോനെ. ബലരാമേട്ടാ, വയറധികം പുറത്തേക്ക് കാണാത്ത സ്ഥിതിക്ക് മിക്കവാറും 2 മാസത്തിന് താഴെ ആയിട്ടുണ്ടാവുള്ളൂ. വയറോ? ആരുടെ വയറ്? സാറാമ്മയുടെ. അതോ? അതെ, നീ ഇങ്ങനെ മനക്കടക്ക് കൂട്ടിക്കൊണ്ടിരിക്കാതെ സാറാമ്മയോട് നീ എന്ത് ചോദിക്കടി? അവര് രണ്ടുപേരും കൂടെ രഹസ്യമായിട്ട് വെച്ചിരിക്കുവല്ലേ. എവിടം വരെ പോകുന്നു നമുക്ക് നോക്കാലോ. അതെ,
അടുത്ത മാസമല്ലേ നിന്റെ പിറന്നാള്? അതെ. അപ്പൊ നിനക്കൊരു പിറന്നാൾ സമ്മാനമായിട്ട് ഈ സന്തോഷ വാർത്ത പറയാൻ വേണ്ടി കാത്തിരിക്കായിരിക്കും ഭംഗി. ഓ, അന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താന്നറിയോ, എന്റെ പിറന്നാളിന് ഇനി എത്ര നാളുണ്ട്, അതുവരെ ഒന്നും അവൻ കാത്തിരിക്കത്തൊന്നുമില്ല. അതിനു മുമ്പ് അവൻ എന്നോട് കാര്യം പറയും. എടി അതേ, തൽക്കാലം ഇത് ആരോടും പറയണ്ടെന്ന് സാറാമ്മ അവനോട് പറഞ്ഞു കാണും. അതവൻ മിണ്ടാത്തത്. അതില് പിന്നെ സംശയമുണ്ടോ? അവള് പറയുന്നതിനനുസരിച്ചിട്ടല്ലേ ഇപ്പൊ അവൻ ജീവിക്കുന്നത്. അവളിപ്പൊ മിണ്ടരുതെന്ന് പറഞ്ഞാൽ അവൻ മിണ്ടൂല. അവിടെ വരെയായി കാര്യങ്ങള്. നേരാ അതിന്റെ മാറ്റം ഭംഗി കാണുന്നുണ്ട്. എന്തായാലും ആള് മൊത്തത്തിൽ ഇപ്പൊ ഒന്ന് നന്നായിരിക്കാടി. അവൻ നന്നായിരുന്നാ മതി, എനിക്കതാ സന്തോഷം. പിന്നെ ബലരാമേട്ടാ, ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നേ, അവര് ഡോക്ടറൊക്കെ കാണേണ്ട സമയത്ത് കാണുന്നുണ്ടാവുമോ? നിന്റെ ആങ്ങളെക്കാട്ടി ബോധവും ബുദ്ധിയൊക്കെ സാറാമ്മയ്ക്ക് ഉള്ളതുകൊണ്ടേ അവര് നേരത്തെ പോയി ഡോക്ടറെ കണ്ടു കാണും. ആരെ, നമ്മുടെ പാർട്ടി ഡോക്ടർമാരെ ആരെങ്കിലും കണ്ടു കാണും. പാർട്ടി ഡോക്ടറോ? ആ, അവര് രണ്ടുപേരും പാർട്ടിക്കാരല്ലയോ? എല്ലാ ചെലവും പാർട്ടിയുടെ ആയിരിക്കും. ആണോ? പിന്നെ പാർട്ടിയുടെ ആശുപത്രിയിലായിരിക്കും പ്രസവം. അതുകൊണ്ട് പങ്കിക്ക് കാശാവത്തുമില്ല. അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ തന്നെ കാശ് എടുത്തു കൊടുക്കാൻ അവന്റെ എവിടെയാ ഉള്ളത്? അതെ, എല്ലാം നല്ല പടി നടന്നാ മതിയായിരുന്നു ബലരാമേട്ടാ. എന്റെ ദൈവമേ. അല്ല, അത് നിങ്ങൾ ഫസ്റ്റ് സെക്ഷൻ എപ്പോഴാണ് ഉദ്ദേശിക്കണേ? നവംബർ, ഡിസംബർ. ആയിക്കോട്ടെ. ഡിസംബർ ആവുമ്പോ ഡിസംബർ സമയമുണ്ട്. അതെ, സെക്കൻഡ് സെക്ഷനോ? ഏപ്രില് എന്ന് പറയുമ്പോ കുഴപ്പമില്ല. അത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കൊക്കെ അതിനുള്ള റെസ്റ്റിനുള്ള സമയമൊക്കെ ഉണ്ടല്ലോ, ഫ്രീ ആവും. ആയിക്കോട്ടെ, ശരി, ഞാൻ പറയാം കേട്ടോ. ആയിക്കോട്ടെ, ശരി. ഏപ്രിൽ എന്ന് പറയുമ്പോ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസം. അമ്മാവൻ ഭയങ്കര കണക്കൂട്ടലാണല്ലോ. എന്താ മാസങ്ങളൊക്കെ പോണ പോക്കെ തീപ്പൊരി പോലെ പോണേ. പങ്കിയമ്മാവാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. അല്ല, ചോദിക്കുന്നുണ്ടൊന്നും വിചാരിക്കരുത്. ചോദിച്ചോളൂ. ഇതേതാ മാസം? ഇത് 11ാം മാസം. അപ്പടിയല്ല. അപ്പടിയാവുമ്പോ 12ാം മാസം ആയില്ലേ? ഡിസംബർ ആവും. ഇത് നവംബർ. അതല്ല പങ്കിയമ്മാവാ, സാറമ്മായിക്ക് ഇതേതാ മാസം? എന്താ ഈ ചോദിക്കുന്നത്? സാറമ്മയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും തനിക്കാണെങ്കിലും എല്ലാവർക്കും നവംബർ 11ാം മാസം തന്നെയാണ്. പുള്ളി കളിയാക്കുവോ? എന്താ നിങ്ങൾ കിടന്ന് തപ്പണേ? ഞാനങ്ങനെ എനിക്ക് ചമ്മലാവും. മാമ അല്ലേ ഈ വീട്ടിലെ പെരിയവര്, മാമ ചോദിക്കേ. പുള്ളി അമ്മാവനാണ്, ഞാനങ്ങനെ ചോദിക്കാനാണ്. എന്താ കാര്യം? ഒന്നുമില്ലാവാ. ഇപ്പൊ എന്തായാലും ഇവിടെ നിന്ന് ആരും തമിഴ്നാട്ടിലേക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് സംഭവമൊക്കെ ഇങ്ങനെ ആയ സ്ഥിതിക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി തമിഴ്നാട്ടിലേക്ക് ഒന്ന് വന്നം. ഞാനും സാറാമ്മയും. കാരണം നിങ്ങൾ വരുമ്പോ ഒരു 7ാം മാസം ഒരു ചടങ്ങ് ഞങ്ങൾക്ക് അവിടെ വെച്ച് നടത്തണം. എന്തത്? വളകാപ്പോ? എന്താ വളകാപ്പ്? അയ്യോ, ഇത്രയും പെരിയവരായ ഉങ്ങൾക്ക് വളകാപ്പറിയില്ലേ? എന്താ ഈ ചോദിക്കണേ? നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോണതായി എല്ലാ സ്ഥലങ്ങളിലെയും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നമുക്കറിയാലോ. വളകാപ്പ് മനസ്സിലായി. ഇവിടുത്തെ വളകാപ്പ് തന്നെയാണോ അവിടുത്തെ വളകാപ്പ് എന്നറിയാത്തതിന്റെ ഒരു തരം. അല്ല, വ്യത്യാസമുണ്ട്. എന്നാലും ഇവിടുത്തെ പോലെ തന്നെ വളകാപ്പ് തന്നെ. അപ്പൊ വളകാപ്പ് ഞങ്ങൾ അവിടെ വെച്ച് നടത്തണം. അപ്പൊ അത് നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നാലേ ഞങ്ങൾക്ക് നടത്താൻ പറ്റുള്ളൂ. വളരെ ഗംഭീരമായിട്ട് നടത്തണം. ആയിക്കോട്ടെ, ഞാനും സാറാമ്മ അവിടെ എത്താം. ഇതിപ്പോ ഞങ്ങള് സാറാമ്മയോട് പ്രത്യേകം പറയണം. എന്തിന്? ഞങ്ങൾക്ക് അങ്ങനെ കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനം എടുക്കുന്ന ഒരു കീഴ്വഴക്കൊന്നുമില്ല. മ്യൂച്വൽ റെസ്പെക്ട് ഉള്ള ആൾക്കാരാണ് ഞങ്ങള്. ഒരാളുടെ തീരുമാനത്തെ മറ്റൊരാൾ അങ്ങോട്ട് അംഗീകരിക്കും. അവളൊരു തീരുമാനം എടുക്കും, ഞാനത് അങ്ങോട്ട് അംഗീകരിക്കും. കണ്ടു പഠിക്കും. ഇത് ഞാൻ അങ്ങോട്ട് പറയണ്ടല്ലേ, കേട്ട് പഠിക്കും. അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം, വളകാപ്പല്ലേ? അപ്പൊ എന്തായാലും നമ്മൾ 7ാം മാസം തമിഴ്നാട്ടിൽ വെച്ച് വളകാപ്പ് പരിപാടി അടിപൊളിയാക്കണം. മാറ്റൊന്നുമില്ല അതില്. എന്ത് മാറ്റം? ഞങ്ങളൊരു വാക്ക് പറഞ്ഞ വാക്കാ. കോക്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ എത്തും. അവസാനം സമ്മതിച്ചല്ലേ കള്ളൻ. അതെന്താ നിങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ? ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് വിശ്വാസമായില്ല. വിശ്വാസമായി. ഞങ്ങൾ വരില്ല എന്ന് വിചാരിച്ചിരിക്കുന്നു അല്ലേ? ചെറിയ രീതി, പക്ഷെ വരും. വളകാപ്പ് എന്തപ്പി വളകാപ്പ്? എല്ലാ ചെണ്ടമേളം സദ്യയൊക്കെ നിർത്തിയിലായിക്കോട്ടെ. തമിഴ്നാടല്ലേ, ഒന്ന് പോയിട്ട് വരാം.
ഹലോ ആ അതിപ്പോ സുരേഷ് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഏപ്രിലല്ലേ വളകാപ്പ് മീറ്റിംഗ്. ആ നിന്ന് നിലമില്ല നിലമാണ് വരാനും നേരമില്ല തന്നലേ വിളയാ നിലമില്ല നിലമാണ് നീ വരാനും പുണ്യേ നേരമില്ല. ആ എന്നാ വെള്ളം കുടിച്ചടാ. വരമ്മേ. ഓ ക്ഷീണിച്ചല്ലേ? ആ അപ്പുണ്യേ നീ ഇപ്പൊ എന്തിനാടാ ഈ കുഴി ഒഴിക്കണേ? അമ്മത് കണ്ടോ ഈ തെങ്ങ് തൈ വെക്കാനാ? ഏയ് അതിനിപ്പോ ഇവിടെ ഒരു തെങ്ങ് നിക്കണില്ല. അപ്പൊ ഇത്ര അടുത്ത് തെങ്ങ് തൈ വെക്കാൻ പറ്റുമോ? അത് തൂമ്പടഞ്ഞമ്മേത് അത് വെക്കാൻ പറ്റില്ല. അത് കേടാവുന്നതുകൊണ്ടല്ലേ ഞാൻ ഇത് വെക്കണത്. എന്നാ പിന്നെ കുറച്ചും കൂടി ആഴത്തിൽ കുഴി എടുക്ക്. അമ്മ ആരെ പഠിപ്പിക്കണ അപ്പുണ്ണിനെയോ? അപ്പുണ്ണി ഇന്നലെ തുടങ്ങിയാണോ കുഴിയെടുക്കാൻ? ഇവിടെ വാഴയ്ക്കും തെങ്ങിനൊക്കെ കുഴിയെടുക്കണതേ അപ്പുണ്ണിയാ, അല്ലാണ്ട് പങ്കിയമ്മാവനും അമ്മയൊന്നും അല്ല. സീതേച്ചിക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാവോ? പിന്നെ ഞാൻ ഏത് നേരം ഈ പറമ്പിന്റെ ഉള്ളിൽ തന്നെയല്ലേ എന്റെ സുലോ. ഇതൊക്കെ എനിക്കറിയാം. എന്നൊരു പണി ആളുകൊണ്ട് കൊടുത്തിന് അമ്മ ഒന്ന് വിളിച്ചെന്നോ കാണട്ടെ. എന്നാ കുഴിക്ക്. ഞാനോ? ആ എന്തേ അഭിപ്രായം പറയാൻ ഇവിടെ 100 ആൾക്കാരാ, ഒരാള് സഹായത്തിന് ഉണ്ടാവില്ല. സുൽത്താത്ത ഈ പറമ്പ് കിടക്കണ കിടപ്പുണ്ടാ? ആ 2 ആഴ്ച മുമ്പ് ഇങ്ങനെ കിടന്നേ, കാട് പിടിച്ച് കിടക്കായിരുന്നു. ഒക്കെ അപ്പുണ്ണി ഒറ്റ ആളായാലും കൂടെ ശരിയാക്കിയത്, ഒരാള് സഹായിക്കണ്ടായില്ല. ആ പങ്കിമാവനൊക്കെ വെറുതെ നടക്കുക. അപ്പൊ നീ വഴിക്ക് വരുവോ? പാവ പുണ്യല്ലേ, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. സുൽത്താത്തെ വലിയ വർത്താനൊന്നും പറയണ്ട. ഞാനിവിടെ പണിയെടുക്കുമ്പോ ഇത്തിരി വെള്ളമെങ്കിലും കൊണ്ടു തന്നോട്ടോ. തന്നോ? ഞാനവിടുത്തെ ഗസ്റ്റ് അല്ലേ പുണ്ണി? ഗസ്റ്റോ? അതെങ്ങനെ ഗസ്റ്റ് ആവണത്? ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം വന്നാൽ അടുത്ത ദിവസം പോണം. ഇതൊരു മാസമായില്ല ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. കണ്ട ചേച്ചി അപ്പുണ്ണി പറയുന്ന കേട്ടോ. അല്ല അങ്ങനെ പറഞ്ഞല്ല. അപ്പൊ ഇപ്പം സുൽത്താത്ത ഈ വീട്ടിലൊരാളാണ്, അപ്പൊ എന്നെ സഹായിക്കാൻ വരണമെന്ന് പറയായിരുന്നു. അങ്ങനായിരുന്നോ? എന്റെ ഉയരങ്ങ് പോയി. അപ്പുണ്ണി നമുക്ക് ഈ തെങ്ങും വാഴയൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞേച്ചേ നമുക്ക് കുറച്ച് റബ്ബറും തൈ അങ്ങ് നട്ടാലോ? റബ്ബറോ? ആ അതാകുമ്പോ പശുവിനെ പോലെ തന്നെ പാലും കിട്ടുമല്ലോ. ആ പാല് കുടിക്കാൻ പറ്റില്ലല്ലോ. അത് പറ്റില്ല. റബ്ബർ വേണ്ട സുൽത്താത്ത. എന്താ അറിയോ, നമ്മൾ ഈ വാഴയും മറ്റു പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുകയാണ്, നമുക്ക് തന്നെ കഴിക്കാലോ ഒക്കെ. ഞാൻ അങ്ങനെ ചിന്തിക്കണം അല്ലേ അമ്മേ? അതല്ലേ നല്ലേ? അതാ നല്ലത്. എന്നാ പിന്നെ റബ്ബർ വേണ്ടല്ലേ? അതെ, രണ്ടാളും കൂടുതൽ വർത്താനം പറഞ്ഞ് നിൽക്കണ്ട, എന്റെ പണി നടക്കൂല. അമ്മ അവിടെ വെള്ളം അവിടെ വെച്ചിട്ട് പൊക്കോ, രണ്ടാളും പൊക്കോ. അല്ല പുണ്ണി, ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലും സഹായിച്ചു തരാം. സഹായിക്കാനൊന്നും കണ്ട, കുറച്ച് കഴിയുമ്പോ എനിക്ക് ഇതിരി കഞ്ഞോളം കൊണ്ടു തന്നാൽ മതി, അത്രേ ഉള്ളൂ. അപ്പുണ്ണി ഞാൻ വേണേ എന്തെങ്കിലും വർത്താനം പറഞ്ഞ് നിക്കാ പുണ്ണി. ഈ വർത്താനം പറഞ്ഞ എന്റെ പണി നടക്കൂല, പറഞ്ഞ് മനസ്സിലാക്കാമേ. എനിക്കേ ഇതിവിടെ കിടക്കുന്ന കണ്ടിട്ട് അതെടുക്കണ്ട, അത് പൊന്തൂല. ഇത് പിടിച്ചോ, അത് മതിയോ? ആ ഇത് മതി. ഇവിടെ എടുത്ത് ഒന്ന് എടുത്ത് നോക്കി എന്നാല് കാണട്ടെ, മേലെ അനങ്ങണമെന്ന് കാണട്ടെ. ആ വേണ്ട ഒന്നാണ്ട. അയ്യോ വരുന്നില്ലല്ലോ പുണ്യെ. വേണ്ട സുലു, അവൻ ചെയ്തോളൂ. ഞാൻ ചെയ്തോളാം. അമ്മയേ, എന്താടാ? നിങ്ങളോട് എല്ലാവരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഈ സാറാമ്മ അമ്മായി ഗർഭിണിയാണെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങളിൽ പലർക്കും അതത്ര വിശ്വാസമായില്ല. എനിക്ക് വിശ്വാസമായിരുന്നു. എനിക്ക് ഉത്തമനെ പൂർണ്ണ വിശ്വാസമാ. എനിക്കറിയാം. എന്നാലേ എനിക്ക് ആ കാര്യത്തിൽ ഇപ്പോഴും ഒരു വിശ്വാസക്കുറവുണ്ട്. അതെന്താ എനിക്ക് ഉത്തമന വിശ്വാസം എന്ന് പറഞ്ഞത് അപ്പുണ്ണിക്ക് ഇത്ര വിശ്വാസക്കുറവ്? അതല്ല, സാറാമ്മ മേഡം ഗർഭിണിയാണെന്നുള്ള കാര്യത്തില്. അതെന്താ അങ്ങനെ? അതെന്താന്നറിയില്ല, കാരണം ആരും സമ്മതിച്ചിട്ടൊന്നുമില്ലല്ലോ അത് ഇതുവരെ. അതെ, ഇനി അതിന്റെ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആ കാര്യം എന്നോട് പങ്കിയമ്മാവും സമ്മതിച്ചിട്ടുണ്ട്. ഗർഭിണിയാണോ? അങ്ങനെ അവൻ നിന്നോട് സമ്മതിച്ചോ? ഇല്ലെങ്കിൽ പിന്നെ വളകാപ്പ് ചടങ്ങിന് വേണ്ടിട്ട് തമിഴ്നാട്ടിലേക്ക് വരാന്ന് പുള്ളി പറയുവോ? വളകാപ്പോ? അപ്പൊ അതറിയില്ലേ? വളകാപ്പ്? അയ്യോ, അത് തമിഴ്നാട്ടിൽ വലിയൊരു ചടങ്ങാണ്. ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളെ കുളിപ്പിച്ച് നല്ല മഞ്ഞളൊക്കെ തേച്ചൊരു കസേര കൊണ്ടു നിർത്തും. അപ്പൊ നമ്മുടെ ബന്ധുക്കളായ എല്ലാവരും കൂടി വന്നിട്ട് ഈ കയ്യിലേക്ക് വളയിട്ട് കൊടുക്കും. അതാണ് ചടങ്ങ്. അത് കുഞ്ഞിനും നമുക്ക് ഭയങ്കര ഐശ്വര്യം എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സാറാമ്മയ്ക്ക് ഒരുപാട് സ്വർണ്ണവള കിട്ടുമല്ലോ. അയ്യോ ചെന്നവിള, ഞാൻ കുപ്പിവള ഇടുന്ന കാര്യ പറഞ്ഞ കരിവള. അത് നഷ്ടക്കച്ചവടമാണല്ലോ ഉത്തമ. അല്ല, എല്ലാവരും അങ്ങനെ കരിവളയല്ല, നമ്മൾ ബന്ധുക്കളെല്ലാവരും സ്വർണത്തിന്റെ വള തന്നെ ഇടണം. അതിൽ നിന്ന് ഒരു വിഹിതം ഈ പരിപാടി നടത്തുന്ന സംഘാടകനുള്ളതാ. ഈ സംഘാടകൻ നീ തന്നെയല്ലേ? നിനക്കിതങ്ങനെ മനസ്സിലാവണ്ട? അത് നിന്നെ കുറെ കാലമായിട്ട് എനിക്ക് അറിയാലോ. അങ്ങനെയാണെങ്കിൽ ഈ വിഹിതത്തിനെ കുറിച്ച് ഇപ്പോഴേ ഒരു ധാരണയിലെത്തണം. എന്ത് ധാരണ? കുപ്പിയോളെ കിട്ടുവാണെങ്കിൽ അതങ്ങ് ഉത്തമൻ എടുത്തു, എന്നിട്ട് സ്വർണ്ണോളെ കിട്ടുന്ന എല്ലാം പങ്കിയമ്മാനും സാറാമ്മയ്ക്കും കൊടുക്കണം. അപ്പൊ സംഘാടക ഇത്ത. അല്ല, എനിക്ക് ഈ ചടങ്ങിനെ കുറിച്ച് അറിയില്ലല്ലോ. ബാക്കി എല്ലാത്തിനെ കുറിച്ച് അറിയാല, ഇതങ്ങ് പഠിച്ചു ചെയ്താൽ മതി. വേണ്ട, അത് ഉത്തമൻ തന്നെ ചെയ്തു. പക്ഷെ സ്വർണ്ണോളം അവർക്ക് കൊടുക്കണല്ലേ? അങ്ങനെയാണോ? അതിന് ശരി. ഞാൻ ഒരു കാര്യം പറയട്ടെ,
അന്നത്തെ ദിവസം സ്വർണ്ണവള ഇടാൻ പാടില്ല, കുഞ്ഞിനും അമ്മക്കും ദോഷോ. ആണോ? പങ്കി അമ്മാവനും സാറാമ്മ അമ്മായിക്കും സ്വർണത്തിനോട് ഒരു താല്പര്യമില്ല. അവർക്ക് താല്പര്യമില്ലെന്ന് ചോദിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും താല്പര്യം ഉണ്ടല്ലോ. പക്ഷെ എല്ലാവരും സംഘാടകരല്ല, ഞാനല്ലേ സംഘാടകൻ. എന്നാലും സ്വർണ്ണം അങ്ങനെ ഒറ്റയ്ക്ക് എടുക്കുകയൊന്നും വേണ്ട. എന്നാ വേണ്ട, വിട്ടേക്കാ, ഈ പരിപാടിയെ വിട്ടേക്കാ. അയ്യോ അങ്ങനെ പറയരുത്. സാറാമ്മയുടെ ഗർഭത്തിന്റെ കാര്യത്തിൽ എല്ലാ ചടങ്ങും നമുക്ക് നടത്തണം. അതിപ്പോ കേരളത്തിലായാലും ശരി, തമിഴ്നാട്ടിലായാലും ശരി. ഇതാണ് അമ്മായി പറഞ്ഞ കറക്റ്റ്. എന്നാ ഞാൻ പരിപാടിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോട്ടെ. അതെ, ഇപ്പൊ ഒരു പവൻ എന്തായിരിക്കും വില? 40,000 രൂപയുണ്ട്. ഒരിക്കും ഞാൻ കണ്ടാ അമ്മേ, ഇത് അവന് കാശുണ്ടാക്കുന്ന പരിപാടിയാട്ടമ്മേ. അങ്ങനെയൊന്നും അല്ലടാ, ചടങ്ങൊക്കെ ചടങ്ങായിട്ട് തന്നെ നടക്കട്ടെ, അതാണ് അതിന്റെ ശരി. അവസാനം അവനോട് ചടങ്ങാവാതിരുന്നാ മതി. പോടാ. അപ്പുണ്ണിയേ, അപ്പൊ ഇനി ഞാൻ ഈ വളകാപ്പൂടെ കഴിഞ്ഞിട്ട് പോയാ മതിയല്ലേ? സുൽത്താന്റെ ചെല്ലി കഞ്ഞുള്ളായിട്ട് വരാം. ആ